നമസ്കാരം. ലക്ഷക്കണക്കിന് പ്രവാസികളാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. കണക്കുകൾ പരിശോധിച്ചാൽ 35,54,274 ഇന്ത്യക്കാർ UAE-യിലുണ്ടെന്നാണ് വിദേശകാര്യ മന്ത്രാലയം പറയുന്നത്. സ്വദേശി അകത്തും പ്രവാസി പുറത്തും എന്ന നിലയിലേക്കാണ് കാര്യങ്ങൾ മാറി മറിയുന്നത്. UAE-യിൽ പ്രവർത്തിക്കുന്ന സ്വകാര്യ കമ്പനികൾക്ക് സർക്കാർ മാസങ്ങൾക്ക് മുമ്പ് നൽകിയ നിർദ്ദേശം നടപ്പാക്കാനുള്ള സമയപരിധി ഈ വരുന്ന ഡിസംബർ 31-ന് അവസാനിക്കും. തീരുമാനം നടപ്പാക്കുമോ എന്ന കാര്യത്തിൽ പ്രവാസികളും ആശങ്കയിലാണ്. ഇനി എന്താണ് പ്രവാസികൾ ആശങ്കപ്പെടുന്ന തീരുമാനമെന്നറിയണ്ടേ? ഡിസംബർ 31-നകം നിശ്ചിത ശതമാനം ജോലി സ്വദേശികൾക്ക് നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വർഷാന്ത്യമാകുന്ന സാഹചര്യത്തിൽ കമ്പനികളെ ഇക്കാര്യം ആവർത്തിച്ചറിയിച്ചിരിക്കുകയാണ് സർക്കാർ. 50-ഓ അതിൽ കൂടുതലോ ജീവനക്കാരുള്ള കമ്പനികൾക്ക് ഈ തീരുമാനം ബാധകമാണ്. ഈ വർഷാവസാനത്തോടെ വിദഗ്ധ തസ്തികകളിൽ സ്വദേശീവൽക്കരണ നിരക്ക് 2% വർദ്ധിപ്പിക്കണമെന്നാണ് വ്യവസ്ഥ. 20 മുതൽ 49 വരെ ജീവനക്കാരുള്ള ചില നിർദ്ദിഷ്ട കമ്പനികൾക്കും ഇതേ സമയപരിധി ബാധകമാണ്. പ്രത്യേകിച്ച് തൊഴിലവസരങ്ങളും അനുയോജ്യമായ തൊഴിൽ അന്തരീക്ഷവും പ്രദാനം ചെയ്യാനുള്ള ശേഷിയുള്ള അതിവേഗം വളരുന്ന സാമ്പത്തിക മേഖലകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികൾക്ക്. ഈ സ്ഥാപനങ്ങൾ 2024 ജനുവരി 1-ന് മുമ്പ് ഒരു എമിറാത്തിയെങ്കിലും ജോലിക്കെടുക്കുകയും നിലവിൽ ജോലി ചെയ്യുന്ന സ്വദേശികളെ നിലനിർത്തുകയും വേണം. ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിനായി വ്യാജ എമിറേറ്റൈസേഷൻ ഉൾപ്പെടെയുള്ള വഞ്ചനാപരമായ നടപടികൾ സ്വീകരിക്കുന്ന കമ്പനികളെ നിരീക്ഷിക്കാനായി ശക്തമായ സംവിധാനവും മന്ത്രാലയം ഒരുക്കിയിട്ടുണ്ടെന്ന് അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റത്തിൽ തരം താഴ്ത്തുക, അവരുടെ സാഹചര്യങ്ങൾ ശരിയാക്കാൻ ആവശ്യപ്പെടുക, അവരുടെ കേസുകൾ യോഗ്യതയുള്ള കോടതിയിലേക്ക് റഫർ ചെയ്യുക എന്നിവയുൾപ്പെടെ ലംഘിക്കുന്ന കമ്പനികൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കും. കൂടാതെ എമിറേറ്റൈസേഷൻ ലക്ഷ്യങ്ങൾക്ക് അനുസൃതമായി നിയമിക്കാത്ത ഓരോ എമിറാത്തി പൗരന്മാർക്കും 96,000 ദിർഹം എന്ന തോതിൽ അനുസരിക്കാത്ത കമ്പനികൾക്ക് സാമ്പത്തിക പിഴ ചുമത്തണമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊഴിൽ തേടുന്ന എമിറാത്തി പൗരന്മാരോട് തൊഴിൽ വാഗ്ദാനങ്ങളുടെ നിയമസാധുത പരിശോധിക്കാനും വഞ്ചനാപരമായ പ്രവർത്തനങ്ങളിലോ വ്യാജ എമിറേറ്റൈസേഷനിലോ ഏർപ്പെടുന്നത് ഒഴിവാക്കാനും അതോറിറ്റി അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എമിറേറ്റൈസേഷൻ നയങ്ങൾക്ക് വിരുദ്ധമായ നിഷേധാത്മക രീതികൾ ശ്രദ്ധയിൽപ്പെടുന്നവർ അക്കാര്യം റിപ്പോർട്ട് ചെയ്യാനും മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടുണ്ട്. സ്വദേശീവൽക്കരണം നടപ്പാക്കിയ ശേഷം നിലവിൽ 23,000 സ്വകാര്യ കമ്പനികളിൽ 1,24,000-ത്തിലധികം എമിറാത്തി പൗരന്മാർ ജോലി ചെയ്യുന്നുവെന്ന് മന്ത്രാലയം തന്നെ പറയുന്നുണ്ട്. സ്വകാര്യ മേഖലയിലെ കമ്പനികൾ എമിറേറ്റൈസേഷൻ നയങ്ങൾ മികച്ച രീതിയിൽ തന്നെ പാലിക്കുന്നുവെന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നതെന്നാണ് അധികൃതർ പറയുന്നത്. തൊഴിൽ തേടുന്ന എമിറാത്തികളെ നിയമിക്കുന്നതിന് സർക്കാർ നടപ്പിലാക്കുന്ന പിന്തുണാ പദ്ധതിയായ നാഫീസ് പ്രോഗ്രാമിന്റെ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്താൻ അതോറിറ്റി കമ്പനികളെ അറിയിച്ചിട്ടുണ്ട്. UAE-യുടെ പെൻഷൻ, റിട്ടയർമെന്റ്, സാമൂഹിക സുരക്ഷാ സംവിധാനങ്ങളിൽ ഈ കമ്പനികളിൽ ജോലി ചെയ്യുന്ന എമിറാത്തികളെ രജിസ്റ്റർ ചെയ്യുന്നതിന്റെ പ്രാധാന്യവും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം വഴി അവരുടെ പ്രതിമാസ ശമ്പളം കൈമാറ്റം ചെയ്യുന്നത് ഉറപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യവും സൂചിപ്പിക്കുന്നുണ്ട്. സ്വദേശീവൽക്കരണം നടപ്പിലാക്കുന്ന തൗത്തീൻ പാർട്ട്നേഴ്സ് ക്ലബിൽ അംഗങ്ങളായ കമ്പനികൾക്ക് ആനുകൂല്യങ്ങൾ നൽകും. അതോറിറ്റി നൽകുന്ന സേവനങ്ങൾക്കുള്ള ഫീസിൽ 80% വരെ സാമ്പത്തിക കിഴിവുകളും സർക്കാർ സംവിധാനങ്ങളിലെ മുൻഗണനകളും ആനുകൂല്യങ്ങളിൽ ഉൾപ്പെടുന്നുണ്ട്. സ്വദേശീവൽക്കരണം പ്രവാസികളെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് പ്രവാസികൾ. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.